അവൾ തന്നെ എണീച്ചിട്ട് ഇന്ന് ചെയ്യാനാണെങ്കിൽ ഒരു ജോലിയുമില്ല. ഇതാണ് സൺഡേസിൻ്റെ കുഴപ്പം. വീട്ടിൽ നിന്ന് എല്ലാവരും നാട്ടിലും പോയി എനിക്കാണെങ്കിൽ ഒരു ഇതുമില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ സമയം ഒരു നോക്കട്ടെ വീട്ടിൽ ഇപ്പം സമയം 10 മണി ആയിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ 12 മണിക്കാണ് ജോലി. അപ്പം അത്ര സമയമുണ്ട്. അപ്പോൾ ഇന്നെന്താ ചെയ്യാം, കാറെടുത്ത് വെറുതെ ഇറങ്ങാം. കാരണം എപ്പോഴും ബൈക്കിലാണ് പോലെ. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊന്ന് കാറിൽ പോകാമല്ലോ. പറഞ്ഞാൽ ഞാനും കാറിൽ പോവാം. എന്താ ഉള്ളത്? പോലീസുകാരോട് എനിക്കൊരു ഫയൽ കൊടുക്കാറുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട് എന്നെ എന്നാൽ കുറേ തല്ലിയിരുന്നു വെറുതെ. അതാണ് എൻ്റെ പുറത്തൊക്കെ നല്ല മുറിവുണ്ടായി. അതിനാണ് ഞാൻ അത്ര വലിയ ഷോട്ടൊക്കെ ഇട്ടെ. അപ്പോൾ നമുക്ക് പോയി കേസ് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തി. ഇനി നമുക്ക് പോയി കേസ് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കേസ് കൊടുത്ത് വന്നു. അപ്പോൾ ഇനി നമുക്ക് പോയി 11 മണി ആയിട്ടുള്ളൂ. 1 മണിക്കൂർ ഇനിയുണ്ട്. ഞാൻ റെഡിയാണ്. ഇങ്ങനെ തന്നെയൊക്കെ ജോലിക്ക് പോയാൽ മതി. എൻ്റെ ജോലിയാണ് ഇങ്ങനെ ഒരു ബാങ്കിൽ ഇങ്ങനെ ഓരോരുത്തർക്ക് പൈസേൻ്റെ എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ. ശമ്പളമൊക്കെ കിട്ടും. ഇപ്പം നമുക്ക് വെറുതെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയാലോ? എന്നാൽ നമുക്ക് വെറുതെ പോവാം. രാഹുലിനെ കാണാൻ പോവാം. രാഹുൽ ഇപ്പോൾ വീട്ടിലുണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും നമുക്ക് നോക്കാമല്ലോ. അതല്ലേ രാഹുൽ? എടാ രാഹുലേ, അയ്യോ വണ്ടി അടിച്ച് സൈഡിലോട്ടാ. എടാ രാഹുലേ, നീ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? ഓടോ ഉണ്ട്. അല്ല നീ എന്താ ഇവിടെ? അത് ഇന്ന് എനിക്ക് ചെയ്യാൻ ഒരു ജോലിയില്ലാത്തതുകൊണ്ടാണ് നിൻ്റെ അടുത്തോട്ട് വന്നേ. ബോറടിച്ചിട്ട് വയ്യ. എടോ നീ ഇന്ന് വൈകിട്ട് പോടാ. ജോലി കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇവിടെ കറഞ്ഞു കൊടുക്കാം. എന്നാൽ ഞാൻ വരടാ. ഇപ്പോൾ സമയത്തിനായി. എടാ അതിന് ഞാനും ചോദിക്കാൻ വന്നേ. അടിയാളി ഇപ്പോൾ സമയം ഒരു 11:50. അയ്യോ എനിക്ക് ജോലിൻ്റെ സമയം. അയ്യോടോ ഞാനും അങ്ങോട്ട് വരിക. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് വരാം. ഓക്കേടാ, നമുക്ക് ജോലി കാണാം. അപ്പോൾ എൻ്റെ ജോലീൻ്റെ സമയമായി. അപ്പോൾ ഇനി നമുക്കെന്നാൽ വേഗം ജോലി ചെയ്യാൻ പോകാം. വേഗം വീട്ടിൽ പോയി ബാഗ് എടുത്തിട്ട് ജോലിക്ക് പോകാം. കാരണം ബാഗിലാണ് എൻ്റെ ID കാർഡ് ഉള്ളത്. അയ്യോ ഗൈസ്, പെട്ടെന്ന് എനിക്കൊരു ആക്സിഡൻ്റ് ആയി. എനിക്ക് നല്ല വേദനിക്കുന്നുണ്ട്. 2 ഡോറും പൊട്ടി. അടുത്തൊരു ചെക്കൻ ചത്തില്ല. അവൻ തലടിച്ചാണ് ബൈക്കുകാരൻ. കാർ ഓടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ കൂട്ടിയിടിച്ച് ചെയ്തത്. വയ്യ, ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ. അല്ല ആംബുലൻസ് അല്ല, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കട്ടെ. ഹലോ സഞ്ജയ്, എന്താ പറയേ? എടാ സഞ്ജയ്, ഞാൻ അവിടെ നല്ലൊരു ആക്സിഡൻറ്റിൽ കുടിഞ്ഞു കിടക്കുക. അയ്യോടാ എന്താ പറ്റിയേ? എടാ ഞാൻ അറിയാണ്ടൊരു ബൈക്കാരനെ അടിച്ചാൽ ബൈക്കാരൻ്റെ ഒരു കാറിനെ പോയി അടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ അടിച്ചിട്ട് എൻ്റെ എല്ലാ ഡോറും പൊട്ടി. കാറിനെ പൊട്ടിപ്പോയടാ. എടാ എയർ ബാഗൊക്കെ ഓണായോ? എടാ എൻ്റെ കാറിൽ എയർ ബാഗ് ഇല്ലടാ. എടോ എന്നാൽ നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യും. എന്നാൽ നീ ഇന്ന് ജോലിക്ക് വേണ്ട. എടാ അത് പറ്റൂലടാ സഞ്ജയ്, എനിക്കൊന്ന് ജോലിക്ക് പോയേ പറ്റൂ. എന്നാൽ നീ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടില്ലേ നേരെ ഹോസ്പിറ്റലിലോട്ടോ? ആടാ ശരി, കാരണം നീ ജോലിക്ക് പോയല്ലേ പറ്റൂ, പൈസ വേണ്ടേ. ഞാൻ ജോലിക്ക് പോട്ടെ. അപ്പോൾ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കാർ അവിടെ അടിച്ച് അതവിടെ തന്നെ നോട്ടെ. അമ്മ വന്ന് എടുത്തോളെന്ന് പറഞ്ഞ് ഇതിനെ അടിച്ച് ഒരു ബൈക്കാരനുണ്ടായിരുന്നു, അയാൾ പോയി വന്ന് നമുക്ക് നേരെ ജോലിക്ക് പോകാം. അപ്പോൾ നമ്മൾ ജോലിൻ്റെ സ്ഥലത്തെത്തി. നമുക്ക് ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്കങ്ങ് പോവാം. അപ്പോൾ പൈസ വൈകുന്നേരമായി. ഞാനാണെങ്കിൽ ജോലിയും കഴിഞ്ഞ് ഇറങ്ങി. നല്ലൊരു ഇലക്ഷൻ ഉണ്ട്. രാഹുൽ കാണാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെപ്പോഴും ഇറങ്ങി കാണലായിരുന്നു. അപ്പോൾ നമുക്ക് അവനെ പോയി കണ്ടുപിടിക്കാം. അവൻ വീട്ടിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ രാഹുൽ പോകുന്നത്. എടാ രാവിലെ എന്തോ എടാ രാവിലെ നീ നേരത്തെ പറഞ്ഞിട്ടല്ലേ വൈകിട്ട് വന്ന്? ഓടോ അത് എന്താ വെച്ചാൽ ഇന്നല്ല പോലും. എന്തിന്നല്ല? രാവിലെ നീ മര്യാദയ്ക്ക് പറയുമോ? ഞാൻ ഹെൽമെറ്റ് ഇട്ട്. സാരല്ല വേണ്ട. എടോ രാവിലെ നീ ഒന്ന് മര്യാദയ്ക്ക് പറയുമോ? എടോ ഇന്നൊരു റേസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് ഇന്നല്ല നാളത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നീ അത് കാണാനാണോ വിളിച്ചത്? ഓടോ നീ വരൂല്ലേ നാളെ? ഓക്കേടാ ഞാൻ വരാം. ഇനി നാളെ വരെ വെയിറ്റ് ചെയ്യാൻ. എടോ ഞാൻ വേഗം പോട്ടെ, നല്ലൊരു മഴലക്ഷണം വരുന്നുണ്ട്. ഓക്കേടാ മഴലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി. അപ്പോൾ ശരിടാ രാവിലെ. ഓടോ ശരി. അയ്യോ ഞാൻ വേഗം വീട്ടിൽ പോട്ടെ. ഇവിടെ പോയി ഇറങ്ങി നാളത്തെ റേസിന് അവനോട്. അപ്പോൾ അതാ പിറ്റേ ദിവസമായി. എൻ്റെ കാർ നന്നായി കിട്ടി. ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ടാകുമ്പോഴേക്കും സോയത്ത് കൊണ്ടുപോയി. കാർ നന്നായി കിട്ടി. എൻ്റെ ബൈക്ക് ബാക്കിൽ നമുക്ക് അതെടുക്കാം. ഓക്കെ ബൈക്ക് എത്തി. ഇനി നമുക്ക് രാഹുലിനെ കാണാൻ പോയാലോ? അവനല്ലേ ഇന്ന് എന്തോ റേസ് ഉണ്ടെന്ന് പറഞ്ഞ്. അല്ല ഇപ്പോൾ പോകണ്ട, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ ചായ ഒക്കെ കുടിച്ചിറങ്ങി. ഇതെന്താ ആകാശം വയ്യാണ്ടേ? കാറെടുത്ത് പോയാലോ? മഴ പെയ്താൽ പെട്ട്. കാറെടുത്ത് രണ്ടായിട്ട് ഇടുക. എന്നാൽ രാവിലെ വിളിക്കുന്നത് ഇന്ന് റോഡിലൊക്കെ അങ്ങനെ അതല്ല. ഹലോ ഞാൻ ഇയർഫോൺസ് ആക്കട്ടെ. ഹലോ രാവിലെ എന്തിനാ വിളിച്ചേ? എടോ നീ എവിടെയോ? നമുക്കൊന്ന് കാണാം. എടാ ഞാൻ എൻ്റെ വീട്ടിലാടാ. വീട്ടിലോ? ഓടെ വെള്ളം പറയട്ടെ. ആടാ ശരിക്കും ഇന്നലെ രാത്രി ഞാൻ മഴ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ നല്ലൊരു ഉറക്കം ഇറങ്ങി. എടോ നീ ഒപ്പം ഒന്നും അറിഞ്ഞില്ലേ?
എന്തിനാലേ ഇവിടെ നമ്മളിവിടെ സോംബീസ് വന്നടോ. സോംബീസ് ഒന്ന് പോടാ. ഇവിടെ തന്നെ റോട്ടിൽ കുറേ പേര് ഇങ്ങനെ കൈയും തുറന്ന് എന്നാണ് നടക്കുന്നത്. എടോ സോംബീസോടോ എടാ പോടാ എടുത്തേ. എന്ത് മലക്ഷണ. ഞാൻ നിൻ്റെ വെല്ലിട്ടുണ്ടെന്നേ കൈ കള്ളം പറയണപ്പോൾ. എടോ ഞാൻ നോട്ടില്ലോ. നീ എന്തിനാണ് നാട്ടിലെന്നേ? ഇതൊന്നും എല്ലാ കടയൊക്കെ പൂട്ടിയിരിക്കുന്നേ. എടാ ഇതൊക്കെ എത്ര പേര് നോക്കട്ടെ ചേട്ടാ. എടാ ഇയാൾ എൻ്റെ അടുത്തോട്ട് ഓടിയിരുന്നേ. എടാ അവൻ്റെ അടുത്തോട്ട് പോലടാ. രക്ഷപ്പെട്ടോ എന്നാ. അയ്യോ എടാ നിൻ്റെ പ്രൈവറ്റ് ജെറ്റ് ഇവിടെ ഇല്ലേ? ഓടോ ഉണ്ട്. ഞാനെന്നാ അതിൽ നാട്ടിലോട്ട് വരട്ടെ. ഓടോ ഓ. അയ്യോ ഇവിടെ മൊത്തം ആൾക്കാർ. എൻ്റെ വണ്ടിയാണെങ്കിൽ കൺട്രോൾ പോയി. ഇത് ഓടൊന്നുമില്ല. എടോ നീ ഓടി വരാൻ നോക്കടോ. എടാ ഓടാൻ കുറച്ച് സമയം എടുക്കടാ. നോക്കാം. എടാ ഒരുത്തൻ്റെ പുറകിൽ വന്നടാ. എടോ രക്ഷപ്പെട്. എടാ നിൽക്കന്നെ സോയിത്ത് വിളിക്കുന്നു. അല്ല സോറി അഭിഷേക് വിളിക്കുന്നു. സോയിത്ത്. എടാ അഭിഷേക് എന്തിനാ വിളിച്ചേ? എടാ നീ അറിഞ്ഞാ നാട്ടിൽ താമസിക്കുന്ന കാര്യം? അറിയാം എൻ്റെ പുറകിൽ ഇതാ ഇപ്പം എല്ലാവരും വരുന്നേ. അയ്യോ അഭിഷേക് എന്നെ രക്ഷിക്കടാ. എടാ ഞാൻ നാട്ടില. നീ അങ്ങോട്ട് വരെ. എടാ ഞാനിപ്പോൾ എങ്ങനെ വരാനാണ്? അവിടെ മൊത്തം സോംബീസാടാ. എടാ രാവിലെ എന്ത് ചെയ്താലും നീ ചാവരുത്. നീയാണ് ഞങ്ങളൊക്കെ ഹീറോ. എടാ രക്ഷിക്കടാ. എന്ത് ആൾക്കാരാടാ നിങ്ങൾ? എൻ്റെ വണ്ടിയോടെ നിന്ന് ഞാൻ ഓടി വരിക. എടാ ഓൾ ദ ബെസ്റ്റ് വെച്ചാ. വേം വാ. ഇവരും വെച്ച്. അയ്യോ ഞാൻ പോട്ടെ. അയ്യോ എന്നെ കൊന്നേ. നന്നേ അവിടെ പുറലോകം മഴക്കാറൊക്കെ പോയോ? ബൈക്ക് എടുത്ത് നോക്കാം. ബൈക്ക് ഇതൊക്കെ ആൾക്കാരാണല്ലോ. രാവിലെ ഒരു കോളേജ് വിളിച്ചോക്കട്ടെ. അല്ല രാവിലെ. ഓ എന്ത്? നീയല്ലേ വിളിച്ചത്? എന്താ? എടോ നീ ഇന്ന് വരൂലേ? ഇങ്ങോട്ട് സോംബി വൈറസ് അല്ലേ? സോംബി വൈറസോ? അതൊക്കെ ഇപ്പോൾ ഒന്ന് അപ്പം സ്വപ്നം കണ്ടായിരുന്നോ? ആടാ ഞാൻ വരാം. ഓക്കെ അപ്പോൾ ശരി. അയ്യേ സ്വപ്നം കണ്ടതാ. എന്നാൽ നമുക്കെന്നാൽ അപ്പം നേരെ രാവിലെ ആയിട്ട് പോയി അവിടെ നിന്ന് സുഖമായി ഗെയിം കളിക്കാം.